എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ഇപ്പോഴുള്ള പ്രധാന തടസ്സം എവിടെ നിന്നോ പൊട്ടി വീണ ഒരു സമവായ ഫോർമുലയാണ്. വക്കും പൊട്ടി മൂലയും ഞണങ്ങി വന്ന ആ ഫോർമുല തലശ്ശേരിയിലെ പാമ്പാനി മെത്രോപൊലിത്തയാണ് ഇതിന്റെ പിന്നിലെന്ന് പകൽ പോലെ വ്യക്തമാണ്. തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ ഇടവകളിലെ ഏകീകൃത കുർബാന സംബന്ധിച്ച കേസ് കോടതിയിൽ വന്നപ്പോൾ അനുകൂല വിധി കിട്ടുമെന്നായപ്പോൾ വിമതർ ഈ പാമ്പാനി സമവായം എടുത്ത് വീശിയാണ് രക്ഷപ്പെട്ടത്. ഇതുവരെ സമവായം തള്ളിക്കളഞ്ഞ വിമതർ ഈ ഞായറാഴ്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാന അർപ്പിക്കാൻ തയ്യാറായി. ജൂൺ 9 ഇറക്കിയ സർക്കുലറിന്റെയും പിന്നീട് വന്ന വത്തിക്കാന്റെ വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ സമവായ ഫോർമുലയ്ക്ക് ഇനി ഒരു പ്രസക്തിയുമില്ലെന്ന് വിമതർ ഓർക്കണം. അങ്ങനെ ഒരു സമവായം ഇനി നിലനിൽക്കുന്നതല്ല എന്ന് സഭ ഔദ്യോഗികമായി ഒരു കുറിപ്പിറക്കിയാൽ വൈദികർക്ക് അതിൽ കടിച്ചു തൂങ്ങി ഏകീകൃത കുർബാനയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. മറ്റു തരത്തിൽ പറഞ്ഞാൽ, അങ്ങനെ ഒരു കുറിപ്പിറക്കിയാൽ വൈദികർക്ക് ജനാഭിമുഖ കുർബാന വെറും സ്വപ്നം മാത്രമായിരിക്കും. കോടതി കേസുകളിൽ അത് സഭയ്ക്ക് വലിയ ബലമാവുകയും ചെയ്യും. പക്ഷേ മെത്രാന്മാർ അതിന് തയ്യാറാകുന്നില്ല. ഈ പാമ്പാനി മെത്രോപൊലിത്തയാണ് ഇതിന്റെ പിന്നിലെന്നും പറയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സീനിയർ വൈദികന്റെ ശബ്ദ സന്ദേശം ഇത് ശരിവെക്കുന്നതാണ്. അത് വിലപ്പെട്ട ഒരു ശബ്ദ സന്ദേശമായിരുന്നു. ഡീക്കന്മാരുടെ പട്ടം സംബന്ധിച്ച ധാരണയെ പറ്റിയാണ് അച്ഛൻ പറഞ്ഞത്. ഏകീകൃത കുർബാന അർപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പട്ടം വാങ്ങുക, പിന്നീട് സൗകര്യം പോലെ ചെയ്യുക, ഇതാണത്രേ പാമ്പാനി പറഞ്ഞ ഇപ്പോഴത്തെ ഫോർമുല. വത്തിക്കന്റെ കർശന നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. ഒരു കാര്യം വ്യക്തമാണ്, സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള മുഖ്യ തടസ്സം ചില മെത്രാന്മാർ തന്നെയാണ്. സഭയിൽ എല്ലായിടത്തും ഏകീകൃത കുർബാന വേണമെന്ന് തീരുമാനിച്ചതും ഇതേ മെത്രാന്മാരാണ്. അതിന് തടസ്സം നിൽക്കുന്നവരും ഇതേ മെത്രാന്മാരാണ്. അതാണ് ദൗർഭാഗ്യകരമെന്നല്ലാതെ മറ്റെന്ത് പറയാനെന്ന് വിശ്വാസികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുര്യയ്ക്ക് നടപടിയെടുക്കുന്നതിൽ അമാന്തമുള്ളത്, ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് മടിയുള്ളത്. തലപ്പത്തെ മെത്രാന്മാർ ഇടങ്ങേറുമ്പോൾ എങ്ങനെ വിമതർക്കെതിരെ ഈ രൂപത കുര്യ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ കുര്യ നേരിടുന്ന പ്രതിസന്ധി.